ഇന്ന് നമുക്ക് ഒരു വൻപയർ പുലർത്തിയത് നോക്കാം. ഇത് വൻപയറാണ്. ഒന്ന് ആവി കയറ്റി ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് സവോളയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് ബാക്കിയുള്ളതും കൂടെ ചേർക്കാം. മുളക് പൊടിയുണ്ട്, മല്ലിപ്പൊടിയുണ്ട്, കരിയാപ്പിലയും കൂടെ ചേർത്ത് ഇന്ന് നമുക്കൊരു വൻപയർ പുലർത്തിയത് നോക്കാം ഉണ്ടാക്കുന്നത്. ഏറ്റവും നല്ലൊരു ആഹാരമാണിത്. നല്ല പ്രോട്ടീനുള്ള ഒരു സൈഡ് ഡിഷാണിത്. ഇത് യൂറോപ്പിലുള്ളവർക്കെല്ലാം ഏറ്റവും ഇഷ്ടമുള്ളവരാണ്. നമുക്കും നല്ലതാണ്. ഇഷ്ടമുള്ളവരെല്ലാം ഇതുണ്ടാക്കി കഴിക്കുക, പാകം ചെയ്യുക. ഏറ്റവും നല്ലതാണിത്. ഇന്ന് രാവിലെ മുതൽ തന്നെ നല്ല മഴയാണ്. നമ്മൾ ചീനിച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചു. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് കടുകും കൂടി ഇടാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് മറ്റുള്ള ചേരുവകൾ കൊണ്ട് ചേർക്കാം. വെളുത്തുള്ളിയും കൂടെ നമുക്ക് ചേർക്കാം. നല്ലോണം ഒന്ന് മിക്സായി ഒന്ന് ചൂടായി തിരിച്ച് ചേർക്കാം. അതിലേക്ക് ബാക്കി കൂടെ ഇടാം. ഇതൊരു ഗോൾഡൻ ബ്രൗണിഷ് കളറാകുമ്പോൾ നമുക്ക് കുറച്ച് മുളക് പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയും കരിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് ചൂടാക്കിയിടും. മുളക് പൊടി ഇടാം, അല്പം മഞ്ഞൾപ്പൊടി ഇടാം. കരിവേപ്പിലയും കൂടി ഇടാം. നമുക്ക് വേവിച്ച് വെച്ച വൻപയർ ഇതിനകത്തോട്ട് ഇടാം. നല്ലോണം പാകമായി കഴിയുമ്പോൾ അല്പവും ഉപ്പും കൂടെ ചേർത്ത് റെഡിയായി കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു. അങ്ങനെ ഇന്നത്തെ വൻപയർ പുലർത്തിയത് ഇവിടെ അവസാനിക്കുന്നു. ഏറ്റവും നല്ല പ്രോട്ടീൻ ഉള്ളതാണ്. അപ്പോൾ വേറൊരു കറിയോ തോരനോ ഇല്ലെങ്കിൽ തന്നെ ഇതിൻ്റെ ടേസ്റ്റിൽ തന്നെ നമുക്ക് നല്ലൊരു ഭക്ഷണം കഴിക്കാൻ സാധിക്കും. അപ്പോൾ ഇതിവിടെ പൂർണ്ണമാകുന്നു.